നമസ്കാരം. കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള ഹരീഷ് എന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് നട്ടല് പൊട്ടിച്ച് കാലിന് സ്ക്രാച്ച് വന്നു, ലിവർ കേടുവരുത്തിയ കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തത്. അതായത് ഈ ഹരീഷ് ഓടിച്ചുകൊണ്ടുപോയ വാഹനം, ഹരീഷിന്റെ ഭാര്യയും 7 വയസ്സുള്ള കുഞ്ഞും കൂടി ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് എതിരെ വന്ന SIയുടെ വാഹനം, SI സിവിൽ ഡ്രസ്സിലായിരുന്നു, അതുപോലെ സ്വകാര്യ വാഹനമായിരുന്നു. ആ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പിന്നീട് ഇവർ ആശുപത്രിയിൽ പോയി തിരികെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിനുള്ള പണം കൊടുക്കാൻ താൻ ജോലി ചെയ്യുന്ന തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ പോയി ആ സുഹൃത്തിൽ നിന്ന് പണം വാങ്ങാൻ പോയ സമയത്ത് ആ സ്ഥാപനത്തിന്റെ വാതിൽക്കൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുകയാണ് ഈ പോലീസ് ചെയ്തത്. അതായത് ഈ ഭാര്യയും 7 വയസ്സുള്ള കുട്ടിയും രാത്രിയിൽ 10 മണി 10:30 മണി കഴിയുന്ന സമയത്ത് ഭർത്താവ് എങ്ങോട്ട് പോയെന്നറിയാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയതിനു ശേഷമാണ് അന്ന് രാത്രി 9-9:30 മണി മുതൽ പിറ്റേന്ന് വൈകുന്നേരം 3 മണി വരെ അതിക്രൂരമായി മർദ്ദിച്ചത്. 3 മണിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡിയിൽ വേണോ എന്നുള്ള ചോദ്യത്തിന് കസ്റ്റഡിയിൽ വേണ്ട എന്ന് പോലീസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഹരീഷിനെ എന്തോ സംശയം തോന്നി മജിസ്ട്രേറ്റ് പരിശോധിച്ച് ചേംബറിലേക്ക് വിളിച്ച് പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് ഈ മർദ്ദനത്തിന്റെ കാര്യം അറിയുന്നത്. അത് ക്രൂരമായ മർദ്ദനമായിരുന്നു എന്നുള്ളത്. എന്നാൽ മെഡിക്കലിന് കൊണ്ടുപോകുന്ന സമയത്ത് യാതൊന്നും നോക്കാതെ, മുഖം നോക്കാതെ എല്ലാം ഫിറ്റാണ് എന്ന് എഴുതി കൊടുത്ത ഡോക്ടറും അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിലേക്ക് മാറ്റിയ ഹരീഷിനെ 2 ദിവസം ചികിത്സിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടർ ചികിത്സ നിഷേധിച്ച ഡോക്ടറും ഒക്കെ ഈ കേസിൽ പ്രതിയായിട്ട് വരും. കാരണം അതിനുശേഷം അദ്ദേഹം വിശദമായ സ്കാനിങ്ങും എക്സ്റേയും എടുക്കുമ്പോഴാണ് നട്ടലിന് 3 പൊട്ടലും അതുപോലെ തന്നെ ദേഹത്താകമാനം പരിക്കും കാലിന് പൊട്ടലും അതുപോലെ ലിവറിന് കേടും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോ ഈ പോലീസിനെ സഹായിക്കാൻ എന്ന വണ്ണം ആദ്യ റിപ്പോർട്ട് എഴുതിയിട്ടുള്ള ഡോക്ടറും രണ്ടാമത് ആ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തിട്ടുള്ള റിപ്പോർട്ട് എഴുതിയ രണ്ടാമത്തെ ഡോക്ടറും ഈ പോലീസും സ്റ്റേഷൻ ഓഫീസറും ഹരീഷിനെ മർദ്ദിച്ച മുഴുവൻ പോലീസുകാരും സർക്കാരും ഈ കേസിൽ പ്രതിയാകും എന്നത് വസ്തുതയായിരിക്കെ ഇനി ഞാൻ വായിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ബിജു ജോസഫ് എന്ന യുവാവ് എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ അതൊരു NGO ആണ്, അതിന്റെ ചീഫ് പേഴ്സണാണ്. അദ്ദേഹം ഇപ്പോ താമസിക്കുന്നത് ഖത്തറിലാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് വളരെയധികം അർത്ഥമുണ്ട്. അതുകൂടി കാണാതെ അതുകൂടി കേൾക്കാതെ നിങ്ങൾ പോകരുത്. കാരണം നമ്മളും മനസ്സിലാക്കിക്കേണ്ട, നമ്മൾ തിരിച്ചറിയേണ്ട ഒട്ടനവധി വിവരങ്ങൾ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും എല്ലാം ഇതിന് താഴെ കമന്റായി എഴുതാനും മടിക്കരുത്. നമുക്ക് ബിജു ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. പൊതുജനങ്ങളെ, ഈ വീഡിയോ കണ്ടവർ പലരും ഹരീഷിന്റെ വിധി എന്ന് കരുതുന്നവരും മറ്റു ചിലർ പോലീസുകാരെ മനസ്സിൽ പ്രാകുകയും ഇനി കുറച്ചുപേർ എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുമൊക്കെയാണ്. ഹരീഷിന്റെ സംസാരത്തിൽ നിന്നും ഏകദേശം കാര്യങ്ങൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ ഇനി എന്ത്? വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടത് ഏകദേശം 130ഓളം കമന്റുകൾ. ആ കമന്റുകളാണ് ഒരു ആശ്വാസകരമായ സംഗതി. സാമൂഹ്യ പ്രബുദ്ധരായവർ മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കമന്റ് ചെയ്യാറുള്ളൂ. സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സെലിബ്രിറ്റികളുടെയും പ്രമുഖരുടെയും മണ്ടത്തരങ്ങൾക്ക് സോഷ്യൽ മീഡിയകളിൽ ആയിരക്കണക്കിന് കമന്റുകൾ നൽകുന്ന പ്രബുദ്ധ പൈങ്കിളി മലയാളികളെക്കാൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ വിഷയത്തിൽ കമന്റ് ചെയ്യുന്നവർ താരതമ്യേന കുറവാണെങ്കിലും അത് ആശ്വാസം തന്നെ. സാധാരണക്കാരനായ ഒരു പുരുഷന് പകരം ഒരു സെലിബ്രിറ്റിക്കാണ് അല്ലെങ്കിൽ ഇര ഒരു സുന്ദരിയായ സ്ത്രീ ആയിരുന്നെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ 2 ആഴ്ചകളോളം അന്തിച്ചർച്ചകൾ ഈ വിഷയമായിരുന്നേനെ. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സമരമുറകളുമായി രംഗത്ത് വന്ന് സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ തുടർന്ന് സമ്മർദ്ദത്തിലാക്കിയേനെ, പ്രഹസനം നടത്തിയേനെ. നിയമ നടപടികൾ എന്തൊക്കെ, ആർക്കൊക്കെ എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരനായ ഹരീഷിന് അത്ര നിയമപരിജ്ഞാനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ നിയമപരിജ്ഞാനമില്ലാത്ത ഹരീഷ് ഏതൊരു സാധാരണക്കാരനെയും പോലെ ഒരു അഭിഭാഷകനെ സന്ദർശിച്ച് വക്കാലത്ത് നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. കേസ് നമ്പർ 1, ഹരീഷ് പോലീസ് കേസ് വിഷയത്തിൽ ഹരീഷിനെതിരെ പോലീസ് നൽകിയ കേസ് ഏത് വകുപ്പാണ് ഹരീഷിനെതിരെ പോലീസ് ചുമത്തിയത് എന്നറിയില്ല. എന്നാൽ കോഗ്നിസബിൾ ക്രൈം ആണെന്ന് കരുതുന്നില്ല. കോഗ്നിസബിൾ ക്രൈം ആയിരുന്നെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോലീസ് പ്രതിയുടെ കസ്റ്റഡി ആവശ്യപ്പെടുമായിരുന്നു. മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ തന്നെ നോൺ കോഗ്നിസബിൾ ക്രൈമുകൾക്ക് ആരോപണ വിധേയനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പോലീസിന് യാതൊരു അധികാരവുമില്ല. എന്നിരിക്കെ പ്രതിയെന്ന് മുദ്രകുത്തി FIR രജിസ്റ്റർ ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം പോലീസിന് കസ്റ്റഡി വേണ്ട എന്ന് പറഞ്ഞതിനാലാണ് മജിസ്ട്രേറ്റ് അപകടം തിരിച്ചറിഞ്ഞത്. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ മജിസ്ട്രേറ്റ് കസ്റ്റഡിയിൽ നൽകുമായിരുന്നു. കാരണം പോലീസിന്റെ കസ്റ്റഡിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മജിസ്ട്രേറ്റിനെതിരെ ആരോപണമേരില്ല. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വരുന്ന കസ്റ്റഡി അപേക്ഷയ്ക്ക് മുമ്പ് ആരോപണ വിധേയനോട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണികളോ മർദ്ദനമോ ഉണ്ടോ എന്ന് ചോദിച്ചറിയേണ്ടത് മജിസ്ട്രേറ്റുമാരുടെ കടമയാണ്. എന്നാൽ
കോടതി ജാമ്യം നൽകി ഹരീഷ് വീട്ടിലെത്തി എന്തെങ്കിലും സംഭവിച്ചാൽ മജിസ്ട്രേറ്റിനെതിരെയും ആരോപണം ഉയർന്നേക്കാം. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാത്തതിന്മേലാണ് മജിസ്ട്രേറ്റിന് സംശയം ജനിച്ചതും ഹരീഷിന്റെ ശാരീരിക പരിശോധന നടത്തുന്നതിനും പോലീസിൽ നിന്നും മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് ചോദിച്ചറിയുന്നതിനും കാരണമായത്. ഈ കേസ് ഹരീഷ് സ്റ്റേറ്റിനെതിരെയാണ് അഭിഭാഷകനെ വെച്ച് വാദിക്കേണ്ടത്. പോലീസിന്റെ ഭാഗം ന്യായീകരിച്ച് വാദിക്കാനായി പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിയായി വരിക. കേസ് നമ്പർ 2. മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഹരീഷിന്റെ സാക്ഷിമൊഴി പ്രകാരം പോലീസിനെതിരെയും ഒരു കേസ് നിലനിൽക്കും. ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരീഷിന് വേണ്ടി ഹാജരാകും. പോലീസിന് വേണ്ടിയും പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ഹാജരാകും. ഈ കേസിൽ ഹരീഷിനെ ആദ്യം പരിശോധിച്ച ഡോക്ടർ പോലീസിനെ രക്ഷിക്കാനായി വ്യാജ പരിശോധനാ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രതിയാണ്. കോടതി ജാമ്യത്തിൽ വിട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഹരീഷിനെ 2 ദിവസം കഴിഞ്ഞ് രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത ഡോക്ടറും മറ്റൊരു പ്രതിയാണ്. ഈ ഡോക്ടർ ചെയ്തത് മുൻപ് റിപ്പോർട്ട് കൊടുത്ത ഡോക്ടറെ സംരക്ഷിക്കാനാണ്. മാത്രമല്ല, രണ്ടാമത് ചികിത്സിച്ച ഡോക്ടർ മനഃപൂർവ്വം രോഗിക്ക്, അതായത് ഹരീഷിന് ചികിത്സ നിഷേധിക്കുകയായിരുന്നു. മനഃപൂർവ്വം ചികിത്സ നിഷേധിക്കുക എന്നത് ഗൗരവം കുറഞ്ഞ കൃത്യനിർവഹണ വീഴ്ചയല്ല, ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെയാണ് ഹരീഷിനെ മർദ്ദിച്ചത് എന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. മർദ്ദിച്ചവരെല്ലാം പ്രതികൾ തന്നെയാണ്. അതുകൂടാതെ പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ കുറ്റകൃത്യങ്ങൾ നടന്നത് എന്നതുകൊണ്ട് തന്നെ സ്റ്റേഷന്റെ ചുമതലയുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഈ കേസിലെ ഒരു പ്രതിയായി വരും. ഈ കേസ് കൂട്ടം ചേർന്ന് നടത്തിയ ഒരു കുറ്റകൃത്യവും ഡോക്ടർമാരടക്കമുള്ളവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഹരീഷിനെ ചികിത്സിച്ച 2 ഡോക്ടർമാർക്കെതിരെയും വകുപ്പ് തല അന്വേഷണത്തിന് ഹരീഷ് ആരോഗ്യവകുപ്പിൽ നിയമാനുസൃതമായ പരാതി നൽകണം. അതുപോലെ ഏതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ഹരീഷിനെ മർദ്ദിക്കാനും വ്യാജരേഖകൾ ചമയ്ക്കാനും ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെയും വകുപ്പ് തല അന്വേഷണത്തിനായി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ഹരീഷ് പരാതി നൽകണം. ഹരീഷ് നേരിടുവാൻ പോകുന്ന വെല്ലുവിളികൾ എന്തെല്ലാം? ഹരീഷിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ അധാർമികരായേക്കാം. അങ്ങനെയെങ്കിൽ പോലീസിനെ രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഈ അഭിഭാഷകർ നടത്തിക്കൊടുക്കും. നിയമപരിജ്ഞാനം ഇല്ലാത്ത ഹരീഷിന് നിയമവ്യവസ്ഥയിൽ എന്തെല്ലാം അധാർമിക സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. പോലീസിനെതിരെയുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങേയറ്റം അന്വേഷണം എന്ന പേരിൽ നീട്ടിക്കൊണ്ടുപോവുകയും റഫർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പുനരന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ വീണ്ടും വർഷങ്ങൾ കഴിയും അതിന് ഒരു ഓർഡർ ലഭിക്കാൻ. ഓർഡർ ലഭിച്ചാലും വീണ്ടും ഒരുപക്ഷെ റഫർ റിപ്പോർട്ടിന് വീണ്ടും സമർപ്പിച്ചേക്കാം. റഫർ റിപ്പോർട്ട് സമർപ്പിക്കാതെ പോലീസുകാർക്കെതിരെ കുറ്റം ചുമത്തി കുറ്റപത്രം നൽകിയാലും 8-10 വർഷങ്ങൾ നീട്ടി കൊണ്ടുപോകുന്നതാണ് നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ കണ്ടുവരുന്നത്. ഈ നീട്ടിക്കൊണ്ടുപോകലുകൾ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ കേസിലെ സൈക്കോളജിക്കൽ ആസ്പെക്ട് കുറെ എഴുതാനുണ്ട്. എന്നാൽ വളരെയധികം എഴുതുവാൻ ഉള്ളതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുന്നു. ബിജു ജോസഫ്, ചീഫ് പോട്ടൺ, മെൻസ് റൈറ്റ്സ് ഫൗണ്ടേഷൻ, NGO.